കൊട്ടാരക്കരയിൽ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുകയാണ്. കൊട്ടാരക്കര പോലീസ് അന്വേഷണത്തിൽ നിസ്സംഗത കാണിക്കുന്നതായി കുടുംബം ആരോപിക്കുന്നു. പോക്സോ വകുപ്പ് പ്രകാരമാണ് ഓയൂർ സ്വദേശി അൻവർ ഷായ്ക്കെതിരെ കേസെടുത്തത്. വിവരങ്ങൾ മനോജ് നൽകും. മനോജാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടിയെ ലവ് ജിഹാദിന് ഇരയാക്കുന്നു. പ്രണയം നടിച്ചായിരുന്നു ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത്. പിന്നീട് അങ്ങ് പൊന്നാനിയിലേക്ക് വരണം, എങ്കിൽ മാത്രമേ ഈ പ്രണയം തുടർന്ന് മുന്നോട്ട് പോകൂ എന്ന് ഇയാൾ ഈ കുട്ടിയോട് പറയുകയാണ്. പിന്നീട് നമ്മുടെ വാർത്തയെ തുടർന്ന് പോലീസ് ഇതിൽ കേസെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഈ കേസെടുത്തുവെങ്കിലും തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നല്ലേ മനോജ്? പല ദിവസങ്ങളിലായി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുടുംബം പോകുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ന്യായങ്ങൾ പറഞ്ഞാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ നിന്നും ഒഴിമാറുന്നത്. കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് നടപടികൾ വൈകുകയാണ്. ഈ ഓയൂർ സ്വദേശിയായിട്ടുള്ള അൻവർ ഷായെ പ്രതിയാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എങ്കിലും അതിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുടുംബത്തിനോട് സംസാരിച്ചത്. അതിൽ കുട്ടി തന്നെ വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ യുവാവ് ഇൻസ്റ്റഗ്രാം വഴി പഴയ ഒരു പരിചയം പുതുക്കിയ ശേഷം പ്രണയത്തിൽ പിന്നീട് പല വിധത്തിൽ മതം മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനായി പൊന്നാനി പോകണമെന്നും അതിൽ അവിടെ ഒരു ക്ലാസ് ഉണ്ടെന്നും ഒക്കെ ഈ കുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു. ഈ ഹൈന്ദവ ആചാരങ്ങളെ പിന്തുടരുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും ഒക്കെ ഈ യുവാവ് എതിർത്തിരുന്നു. അത്തരത്തിൽ അൻവർ ഷായുടെ ഭീഷണിയായി പിന്നീട് അത് കുടുംബത്തിന് നേരെയും ഉണ്ടായി. അമ്മ ഫോൺ എടുക്കുമ്പോൾ അമ്മയ്ക്ക് നേരെയും ഭീഷണി ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ കുട്ടി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അമ്മ പെട്ടെന്നൊരു ദിവസം അറിയുകയാണ്. അമ്മയോട് ഈ കുട്ടി എല്ലാം തുറന്നു പറഞ്ഞു. അതുപോലെ തന്നെ ആ കുട്ടി ജനം TVയോടും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഈ അൻവർ ഷാ എന്ന് പറയുന്ന യുവാവ് ഈ കുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും ഈ മതം മാറുന്നതിനെ കുറിച്ച് എത്തരത്തിലാണ് നിർബന്ധിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ചതായാണ് ഈ കുടുംബം പറയുന്നത്. അതായത് കൊട്ടാരക്കര പോലീസ് ഈ അൻവർ ഷാ പ്രതിയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അവിടെ ഒരു ഒത്തുതീർപ്പ് ശ്രമം ഉണ്ടാക്കി. പിന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോഴാണ് ഈ പരാതി മറ്റ് ഗൗരവമായി എടുത്തത്. എന്നാലും കേസെടുത്തെങ്കിലും പിന്നീട് അതൊരു നടപടിയിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ്. ഈ കുട്ടി ഇപ്പോൾ ഈ കുടുംബത്തിന്റെ സംരക്ഷണയിലാണുള്ളത്. കുറച്ചു ദിവസമായി തന്നെ ഭീഷണി ഈ യുവാവ് തുടർന്നുകൊണ്ടേയിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ യുവാവ് ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജുകളടക്കം ഈ കുടുംബത്തിന്റെ കയ്യിലുണ്ട്. നിരവധി തെളിവുകൾ കൊടുത്തിട്ടും അല്ലെങ്കിൽ ഈ പ്രതിക്ക് എതിരെയുള്ള കൊട്ടാരക്കരയിൽ പെൺകുട്ടിയെ ലവ് ജിഹാദിന് ഇരയാക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ പ്രതിക്ക് വേണ്ടി പോലീസ് ഒരു ഭാഗത്ത് നിന്ന് വാദിക്കുകയും ഈ വിഷയം ഒതുക്കി തീർക്കുന്നതിനായി പോലീസ് തന്നെ ശ്രമിക്കുന്നു എന്ന അതിരൂക്ഷമായ ആരോപണമാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. നേരത്തെ കോതമംഗലത്തും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ കൊല്ലത്തെ സംഭവം ഇത് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്നതാണ്. അന്നും ജനം TV തന്നെയാണ് ഈ വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കൊല്ലത്ത് നിന്നും മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.